ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ശ്രീമന്നാരായണീയം എന്ന അക്ഷരാമൃതത്തെ നാരായണീയ മാധുര്യമായി നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. നാരായണീയ മധുരമായി ആ മധുരം ഇന്ന് 225 ദിവസത്തിലേക്ക് എത്തി. ഇന്ന് നാരായണീയം 22 ദശകത്തിൽ 4 ശ്ലോകത്തെയാണ് നാം വിചാരം ചെയ്യുന്നത്. അത് ആദ്യം പതിവ് പോലെ ശ്ലോകം ചൊല്ലുകയും തുടർന്ന് അതിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കുകയും അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടി മനനം എന്നുള്ള രീതിയിൽ ശ്ലോകം ചൊല്ലി നാരായണീയത്തിൻ്റെ മലയാള പരിഭാഷയായിരിക്കുന്ന വഞ്ചിപ്പാട്ടിൻ്റെ ഇനത്തിലുള്ള ശ്രീഹരിയം പാടി നമുക്ക് സമർപ്പിക്കാൻ സാധിക്കട്ടെ. ദുരാശയസ്യാപി തദാസ്യ നിർഗത ത്വദീയനാമാക്ഷരമാത്ര വൈഭവാൽ പുരോഭിപേതുർഭവതീയ പാർഷദാ ചതുർഭുജാ പീതപടാ മനോരമാ. ദുരാശയസ്യ അപി പുരാം തദാസ്യ നിർഗതസ്ത്വദീയനാമാക്ഷരമാത്ര വൈഭവാൽ ചതുർഭുജാ പീതപടാം മനോരമാം ഭവദീയ പാർഷദാ അഭിപേതു.
ദുരാശയസ്യ അപി, ദുഷ്ടനാണെങ്കിലും ദുർബുദ്ധിയാണെങ്കിലും സ്വതേ ലേ എങ്കിലും അസ്യ പുര, അസ്യ എന്നുള്ളത് അതിൽ അന്തർലീനമായിട്ട് കിടക്കുന്നു, അവൻ്റെ മുമ്പിൽ. അപ്പൊ കാലദൂതന്മാർക്കും ഇവനും ഇടയ്ക്ക്, കാലദൂതന്മാര് ഭയങ്കരാൻ സ്ത്രീൻ അഭിലക്ഷയൻ ഭിയ എന്ന് ഇന്നലെ നമ്മൾ കേട്ടു. അപ്പൊ ആ കാലദൂതന്മാർ വന്ന് അജാമിളനെ പിടിച്ചുകൊണ്ടുപോകാൻ പോയപ്പോ അവരുടെ ഇടയിൽ അസ്യ പുര തദ അസ്യ നിർഗതസ്ത്വദീയ നാമാക്ഷരമാത്ര വൈഭവാൽ, അവന്റെ വായിൽ നിന്നും പുറപ്പെട്ട ഭഗവാനെ ത്വദീയ നാമാക്ഷരമാത്ര വൈഭവാൽ, ആ തിരുനാമങ്ങളുടെ കേവലമായ മാഹാത്മ്യം, അല്ലാതെ അജാമിളന്റെ കേമത്തോ ഒന്നുമല്ല, മറിച്ച് നാമത്തിന്റെ മഹിമയാണ് അവിടെ കാണിക്കുന്നത്. അറിയാതെയാണെങ്കിലും സ്വതേ ദുർബുദ്ധിയാണെങ്കിലും ആ വായിൽ നിന്ന് പുറപ്പെട്ട ഗൃണൻ പുത്രോപചാരിതം, പുത്രനെ ഉദ്ദേശിച്ചിട്ടാണ് വിളിച്ചതെങ്കിൽ പോലും ആ നാമത്തിന്റെ വൈഭവം കൊണ്ട്, അതിന്റെ മഹത്വം കൊണ്ട്, മാഹാത്മ്യം കൊണ്ട് ചതുർഭുജ പീതപട മനോരമ, മൂന്നും വിഷ്ണു പാർഷദന്മാർക്കുള്ള പ്രത്യേകമായിട്ടുള്ള ആ അലങ്കാരങ്ങളാണ്. ഒന്ന് ചതുർഭുജ, 4 കൈകൾ, പീതപട മഞ്ഞപ്പട്ട്, മനോരമ അതിസുന്ദരമായ സ്വരൂപം. അങ്ങനെയുള്ള ഭവതീയ പാർഷദ, ഗുരുവായൂരപ്പ അവിടുത്തെ പാർഷദന്മാര് അഭിപേതു ആവിർഭവിച്ചു. ആരുടെ മുമ്പിൽ? അജാമിളന്റെ മുമ്പിൽ. ഗൃണൻ പുത്രോപചാരിതം ജുഹാവ നാരായണ നാമകം സുതം. കഴിഞ്ഞ ശ്ലോകത്തിന്റെ 4ാമത്തെ പാദം പറയുന്നത് അതാണ്. നാരായണൻ എന്നു പേരുള്ള മകനെ വിളിച്ചു. തദാസ്യ നിർഗത തദാ ആത്മനിർഗത, രണ്ടും പറയാറുണ്ട് അല്ലേ? അവിടെ മരണസമയത്ത് അറിയാതെ പുറപ്പെട്ടു, തദാ അസ്യ നിർഗത. അപ്പോ ദൂതൻ ദുരാശനാണെങ്കിലും ഇവന്റെ മുമ്പിൽ എത്തിച്ചേർന്നു എന്ന് പറയാം. അപ്പോ മുഖത്തോ ഹരികീർത്തനം എന്ന ഭാഗവതം ഇവിടെ തദാ അസ്യ എന്ന പാഠം സ്വീകരിച്ചത് അതിന് ഉപോത്ബലകമായിട്ടാണ് എന്ന് വ്യാഖ്യാതാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നു. അങ്ങനെ ദൂതന്മാര് പ്രത്യക്ഷപ്പെട്ടു. ദുരാശയസ്യാപി തദാസ്യ നിർഗത ത്വദീയ നാമാക്ഷരമാത്ര വൈഭവാൽ പുരോഭിപേതുർ ഭവദീയ പാർഷദ ചതുർഭുജ പീതപട മനോരമ എന്നാണ്. എന്നിട്ട് അവരെന്തു ചെയ്തു, പിന്നെ അവരെന്തൊക്കെയാണ് പറഞ്ഞത് തുടങ്ങിയ രംഗങ്ങളാണ് നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ കേൾക്കാനുള്ളത്. ഇപ്പോ ആ ഭാഗം ശ്രീഹരിയമായി പാടി സമർപ്പിക്കാം. നാരായണ 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 ശ്രീനാരായണ. ദുഷ്ടനാണെങ്കിലും തൻ്റെ നാവിൽ നിന്നു പുറപ്പെട്ട നാരായണ നാമത്തിൻ്റെ മാഹാത്മ്യത്താലേ 4 കൈയും മഞ്ഞപ്പട്ടും മനോഹര രൂപവുമായി നാരായണ പാർഷദന്മാർ പ്രത്യക്ഷപ്പെട്ടു. നാരായണ 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 ശ്രീനാരായണ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവത്ര നാരായണ നാമ സങ്കീർത്തനം
നാരായണ നാരായണ നാരായണ.